വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 64-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ദുഷ്ടന്മാരുടെ ഗൂഢാലോചനകളിൽ നിന്ന് ദൈവത്തിൻ്റെ സംരക്ഷണം തേടുന്ന ഒരു പ്രാർത്ഥനയും വിശ്വാസ പ്രകടനവുമാണ്. ദൈവം നീതിമാന്മാരെ സംരക്ഷിക്കുകയും ദുഷ്ടന്മാരെ അവരുടെ തന്നെ വാക്കുകൾ കൊണ്ട് വീഴ്ത്തുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ മുഖ്യ സന്ദേശം. ദുഷ്ടന്മാരുടെ ഗൂഢാലോചനകളിൽ നിന്ന് രക്ഷ തേടുന്ന ദാവീദിൻ്റെ ഹൃദയവേദന, ദൈവം നീതിമാന്മാരെ സംരക്ഷിക്കുകയും ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്ന ഉറപ്പ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ള ആനന്ദം എന്നിവ ഇവിടെ കാണാം. നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ, അവൻ കർത്താവിൽ അഭയം തേടട്ടെ, പരമാർത്ഥ ഹൃദയർ അഭിമാനം കൊള്ളട്ടെ. സങ്കീർത്തനം 64-ാം അധ്യായം 10-ാം തിരുവചനം. ദാവീദ് എഴുതിയ 65-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ മഹത്വം, ക്ഷമ, അനുഗ്രഹം, പ്രകൃതിയിലൂടെയുള്ള സംരക്ഷണം എന്നിവയെക്കുറിച്ചുള്ള ഒരു ആരാധനാ ഗീതമാണ്. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനും ഭൂമിയെ അനുഗ്രഹിക്കുന്നവനുമാണ് എന്നതിൻ്റെ സാക്ഷ്യമാണിത്. അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു, അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു, അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു. സങ്കീർത്തനം 65-ാം അധ്യായം 9-ാം തിരുവചനം. 66-ാം സങ്കീർത്തനം ദൈവത്തിൻ്റെ മഹത്വം, അത്ഭുതങ്ങൾ, രക്ഷയും ശിക്ഷയും വിശ്വാസികളുടെ സാക്ഷ്യവും എല്ലാം ചേർന്നുള്ള ഒരു പൊതു ആരാധനാ ഗീതമാണ്. ദൈവം തൻ്റെ ജനത്തെ പരീക്ഷിക്കുകയും സംരക്ഷിക്കുകയും ഒടുവിൽ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ ശക്തമായ സാക്ഷ്യമാണിത്. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചറിഞ്ഞു, ഞങ്ങളെ വെള്ളി എന്ന പോലെ അങ്ങ് പരിശോധിച്ചു. അവിടുന്ന് ഞങ്ങളെ വലയിൽ കുടുക്കി, ഞങ്ങളുടെ മേൽ വലിയ ഭാരം ചുമത്തി. ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടി മെതിക്കാൻ അങ്ങ് ഇടയാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു. സങ്കീർത്തനം 66-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.